എന്തൊക്കെ ആയാലും അവർക്ക് കുട്ടികൾ ഉണ്ടാവുക ഒക്കെ ആകുമ്പോൾ അമ്മമാർക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട്. എന്തൊക്കെ ആയാലും നമ്മൾ അമ്മമാരെ ഇതാക്കത്തില്ല. കാരണം അമ്മ എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ ഇതാണ്. ആദ്യം മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ് വരുന്നത്. സോ ആദ്യം മാതാവിനാണ് സ്ഥാനം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിതാവിന് സ്ഥാനം കൊടുക്കുന്നത്. പിതാവ് കഴിഞ്ഞിട്ടാണ് ഗുരുക്കന്മാർക്ക് സ്ഥാനം കൊടുക്കുന്നത്. പിന്നെ അവസാനമാണ് ദൈവം വരുന്നത്. കാരണം ഇവരൊക്കെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഇപ്പൊ വീട്ടിലെ അമ്മമാര് പറഞ്ഞു തരുമെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയിട്ടാ ബാക്കി വിദ്യാ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. സോ അവര് നമുക്ക് ഗുരുക്കന്മാരാണ്. സോ അവരെ നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ അവരാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് ഇത്രയൊക്കെയാണ്. ഓക്കെ. അപ്പം അമ്മമാർക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ ദൈവത്തിന്റെ സ്ഥാനം അവർക്ക് നമ്മൾ മനസ്സിൽ നൽകേണ്ടതും അതുപോലെ. പിന്നെ അവർക്ക് ഓരോ പ്രായമായി വരുമ്പോഴത്തേക്കും നമ്മളാണ് അവരെ നോക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ അവർ എത്രത്തോളം കെയറിങ് ചെയ്തു, എത്രത്തോളം നോക്കി, എന്തൊക്കെ ഫ്രീഡം ആയിരുന്നു നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ നമ്മളെ അവർ പാർക്കിൽ വിളിച്ചുകൊണ്ട് പോവും, പിന്നെ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ മേടിച്ചു തരും. അതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമായിരിക്കും. ഇപ്പൊ അവർ ഏജായി വരുമ്പോഴത്തേക്കും അവർക്കും കാണും ഓരോരോ സാഹചര്യങ്ങളും ഓരോരോ പ്രശ്നങ്ങളും. അപ്പൊ അവരും അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരും ശ്രമിക്കും. കാരണം വെച്ചാൽ അവർക്ക് അത്രത്തോളം ഇഷ്ടമാണ്. സോ ഇപ്പൊ അവർക്ക് ഏതെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് തോന്നുവാണെങ്കിൽ അവരെ ഇപ്പൊ ഏജായി വരുമ്പോഴത്തേക്കും മാതാപിതാക്കളായാലും അവരുടെ കയ്യിൽ പൈസക്കുള്ള ഇത് കാണത്തില്ല. സോ അപ്പൊ നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ വേണം അവർക്ക് മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങളും മേടിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വയസ്സായാലും നമ്മൾ വേണം അവരെ നല്ലപോലെ, നമ്മളിപ്പോ ചെറുപ്പത്തിൽ അവർ നമ്മളെ കെയർ ചെയ്തു. സോ പ്രായമാകുമ്പോഴത്തേക്കും നമ്മൾ അവരെ കെയർ ചെയ്യണം, നല്ലപോലെ നോക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർ നല്ലപോലെ നോക്കുക. അതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ അവരെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക. ഓക്കെ. നല്ലതുപോലെ ബഹുമാനിക്കാൻ പഠിക്കുക. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുക. എന്ന് വെച്ചാൽ അവര് നമ്മുടെ നന്മയെ കരുതിയേ പറയുള്ളൂ. ഏതൊരു മാതാപിതാക്കളായാലും തന്റെ മകനോ മകളോ നശിച്ചു കാണണമെന്ന് ആരും ആഗ്രഹിക്കത്തില്ല. അപ്പൊ അവര് പറയുന്നത് നല്ല കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ തന്റെ മകൻ നല്ല രീതിയിൽ വരണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ തന്നെ അവർ സാക്ഷിക്കാറുണ്ട്. അതിപ്പോ എത്ര പ്രായമായാലും. ഇപ്പൊ നമ്മളിപ്പോ 40 ആയാലും നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് അവരത് തുറന്നു പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളിങ്ങനെ പ്രതികരിക്കുകയല്ല വേണ്ടത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നല്ല അമ്മയുടെ ക്വാളിറ്റീസ്. അവരെത്ര